കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടൽ മുതലാളി ഇൻസ്റ്റയിലൊരു വീഡിയോ ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നും വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ വന്ന് നല്ലൊരു ഭക്ഷണം വാങ്ങുമെന്നാണ്. അത്യാവശ്യം സമ്പന്നനാണ്. അങ്ങനെ അദ്ദേഹം ആ ഭക്ഷണം ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുക്കും. അത് കഴിച്ചിട്ട് ഉടനെ ഛർദ്ദിക്കുമെന്നാണ്. ഛർദ്ദിച്ച് ആ പ്ലേറ്റിലേക്ക് തന്നെ ആക്കി അദ്ദേഹം അവിടെ മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ ഇതാ ആഴ്ചതോറും ഇങ്ങനെ കാണാൻ നല്ല ഭക്ഷണം മേടിക്കുന്നു, അത് കഴിക്കുന്നു, ഒമക്റ്റ് ചെയ്യുന്നു, ഉടനെ ഒരു പാത്രത്തിൽ അങ്ങോട്ട് മാറ്റി വെക്കുന്നു. അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ ഒരിക്കലും ഈ മുതലാളി ചോദിച്ചു എന്നാണ്, അല്ല നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഈ ഒരു വാഹനവും എൻ്റെ ഈ വേഷമൊക്കെ കണ്ടിട്ട് നിനക്ക് തോന്നുന്നില്ല ഞാൻ നല്ല അല്ലേ ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല, അള്ളാഹു എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട്, പക്ഷേ വയറ്റിനുള്ളിൽ ഭക്ഷണം നിൽക്കില്ല എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ വയറ്റ് പെട്ടാൽ പെട്ടു, അത്രേ ഉള്ളൂ എന്നാണ്. അപ്പം ഇങ്ങനെ കഴിക്കും, അത് അതുപോലെ ഛർദ്ദിക്കും. ചില സമയങ്ങളിൽ ഛർദ്ദി വരില്ല, അപ്പം അതവിടെ കിടക്കുന്നതാണ്. അൽഹംദുലില്ലാ എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയാതെ ഛർദ്ദിച്ചു പോകുന്നൊരവസ്ഥയാണെങ്കിൽ അതെത്ര വലിയ പ്രയാസമായിരിക്കും. ഇങ്ങനെയൊക്കെ നിഅമത്തുകൾ കൊണ്ട് കോരിച്ചൊരിഞ്ഞു തന്ന ആ റബ്ബിനെ സ്നേഹിക്കാൻ നമുക്ക് എത്ര പറ്റുന്നുണ്ട്? അത് പറ്റിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈമാൻ, ഏറ്റവും നല്ല മധുരമുള്ള ഈമാൻ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതല്ലാത്തടത്തോളം പറ്റില്ല. മഹാനായ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല അദ്ദേഹം കണ്ട ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ഒരു ദർസിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയപ്പോൾ രണ്ട് മക്കൾ ഒരു പിതാവിനെ ഇങ്ങനെ കൊണ്ടുവരാൻ, വയറിങ്ങനെ വീർത്ത് വലുതായ, വളരെ വലിയ വയറ് വീർത്തിട്ടുണ്ട്, അതുമായിട്ട് ഇങ്ങനെ വരിക, നല്ലോണം കരയുന്നുണ്ട് ആ ഉപ്പാന്നാണ്. അങ്ങനെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ മൂത്രം പുറത്തു പോകാത്ത പ്രയാസം. അപ്പോൾ കുറേ കുഴലൊക്കെ ഇട്ട് നോക്കി എന്നാണ്, മൂത്രം വലിച്ചെടുക്കാൻ നോക്കി. പക്ഷെ അവസാനം ഒരു വലിയ സൂചി അടിവയറ്റിന് താഴേക്ക് കുത്തിയിറക്കി അതിങ്ങനെ വലിച്ചു എന്നാണ്. വലിക്കുമ്പോൾ ചോരയും മൂത്രവും ഒരുമിച്ച് വന്നു എന്നാണ്. അങ്ങനെ ഇതിങ്ങനെ എടുത്തിങ്ങനെ കളയാൻ ആ മനുഷ്യൻ, പിതാവ് മക്കളുടെ കൈ ഇങ്ങനെ കടിച്ചു മുറിക്കുന്നുണ്ട്, അത്ര വേദനയാണെന്നാണ്. അവസാനം ഒരുപാട് മൂത്രം ഒഴിഞ്ഞു പോയപ്പോൾ ഈ സിറിഞ്ചിലൂടെ മൂത്രം ഇങ്ങനെ എടുത്ത് കളഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു എന്നാണ്, അൽഹംദുലില്ലാ. എന്നിട്ട് ഡോക്ടർ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നാണ്. മക്കളോട് വല്ലാത്തൊരു സന്തോഷം, ആ മനുഷ്യന് ഭയങ്കരമായൊരു സന്തോഷം. ശരീരത്തിൽ നിന്ന് 3 ദിവസം മൂത്രം ഒഴിഞ്ഞു പോവാത്തതിൻ്റെ പ്രയാസമായിരുന്നു അദ്ദേഹത്തിന്. ആ മൂത്രം ഒന്ന് ഒഴിഞ്ഞു പോയപ്പോൾ പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു അൽഹംദുലില്ലാ എന്ന്. നമ്മളോ